അല്ല, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഇയാൾ നമ്മുടെ മുമ്പിലുള്ള ഒരാളാണ്. നമ്മൾ പല സെക്യൂരിറ്റി ആളുകളെയും കെയർടേക്കേഴ്സിനെയൊക്കെ നമ്മൾ ദിവസം കാണുന്നുണ്ട്. അങ്ങനെ അവിടെയൊക്കെ ഒബ്സർവ് ചെയ്തു എന്നല്ലാണ്ട് ഒരു പെർട്ടിക്കുലർ ആളെ നമ്മൾ പിടിക്കാൻ പോയിട്ടൊന്നുമില്ല. അപ്പോൾ കുഞ്ഞുകുനം ചെയ്യുമ്പോൾ 5-6 വൈകല്യമുള്ള ആളുകളെ നമ്മൾ ശ്രദ്ധിച്ചിട്ട് അവരിൽ നിന്ന് ഒരാളെ ഉണ്ടാക്കിയെടുത്തതാണ് എന്ന് പറയുന്ന പോലെ ഇത് അങ്ങനെ ഒന്നും പറയാൻ പറ്റൂല. ഇയാൾ നിങ്ങൾക്ക് പരിചയമുള്ള ഒരാളായിരിക്കും, ഇയാൾ നിങ്ങളുടെ ഇടയിലുള്ള ഒരാളായിരിക്കും എന്ന് തോന്നുന്ന രീതിയിലുള്ള ഒരു പവിത്രനാണത്. അങ്ങനെ തീരുമാനമൊന്നും ആയിട്ടില്ല. എന്റർടൈനർ ആയിരിക്കും എന്തായാലും, ഞാനും പ്രതീക്ഷിക്കുന്നു. ഈ സൂപ്പർ ഹീറോ മൂവിയെ പറക്കും പപ്പൻ, മജീഷ്യനായ പ്രൊഫസർ ഡിങ്കൻ, അതുകൊണ്ട് 5ഓളം പടങ്ങൾ ഇവിടെ ചെയ്തു കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇല്ല, ചെയ്തിട്ടില്ല. പറക്കുമപ്പൻ തുടങ്ങാൻ പോണുള്ളൂ. ഡിങ്കനും വീണ്ടും ഷൂട്ടിംഗ് തുടങ്ങാനുള്ള പരിപാടികളാണ്. അതിനെ കുറിച്ച് എന്തെങ്കിലും പുതിയ അപ്ഡേറ്റ്സ്? ഇല്ല, അതിപ്പോ എന്താണെങ്കിലും ഇപ്പൊ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ആ പടത്തിന് പേരിട്ടിട്ടില്ല. ക്യൂനും ജനഗണമനൊക്കെ എഴുതിയ ഷാരിസ് ഉണ്ട്. ഷാരിസിന്റെ ഇതില് പുതിയ ബിൻഡോ സ്റ്റീഫൻ എന്ന് പറഞ്ഞ ആള് വർക്ക് ചെയ്യുന്ന ഡയറക്ടറായിരിക്കുന്ന പടമൊക്കെ ചെയ്യുന്നുണ്ട്, ലിസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന. അത് കഴിഞ്ഞാൽ പിന്നെ പപ്പ, അതൊക്കെ എല്ലാം പുതിയ ആൾക്കാരുടെ രീതികളും കാര്യങ്ങളൊക്കെയാണ്. പറക്കും പപ്പൻ, ഇതൊക്കെയാണ് കണ്ടിന്യൂസ് വരുന്ന പ്രോജക്റ്റുകൾ. ഹി ആൻഡ് ഷീ എന്നൊക്കെ ഉള്ളതാണ്. മലയാളസിനിമയ്ക്ക് നമ്മുടെ മുമ്പിലേക്ക് വരുന്ന കഥകളല്ലേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് എന്തെങ്കിലും ഡിഫറെന്റ് ആയിട്ട് കിട്ടുമോ എന്നുള്ളത്. അത് നിങ്ങൾക്ക് ഇഷ്ടമാകാവുന്ന കഥാപാത്രങ്ങളായിരിക്കും. നിങ്ങൾ പറഞ്ഞതിൽ ഇപ്പൊ എല്ലാം ഉണ്ട്. അപ്പോ നിങ്ങളുടെ വിലയേറിയ ഒരു വോട്ട് നമുക്ക് തരിക പവി കെയർടേക്കറിന് അല്ലേ? എല്ലാവരും വോട്ട് ചെയ്യാനുള്ള അവസരം പാഴാക്കാതിരിക്കുക, വോട്ട് ചെയ്യുക. വോട്ട് ചെയ്ത് കഴിഞ്ഞ് നേരെ തിയേറ്ററിലേക്ക് വരിക. പവി കെയർടേക്കറിന് അടുത്ത വോട്ട് കൊടുക്കുക. താങ്ക് യു.